അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല. അത്ര വലിയ നിഅമത്താണ് റമളാനിൽ ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിച്ചു എന്നത്. നമ്മുടെ കൂടെയുണ്ടായിരുന്ന ചിലരെങ്കിലും ഇന്ന് നമ്മോടൊപ്പമില്ല എന്നത് നാം ഓർക്കുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും വേണം. റബ്ബന അഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനു റബ്ബന ഇന്നക റഊഫുർ റഹീം. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ മാഫാക്കി തരണേ. ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങൾക്ക് മുമ്പേ കഴിഞ്ഞു പോയവരായ ആളുകൾ, അവർക്ക് വേണ്ടിയും നമ്മൾ ദുആ ചെയ്യണം. സഹോദരങ്ങളെ, തറാവീഹ് നമസ്കാരത്തിൽ വിത്റിൽ ഖുനൂത്ത് നിർവഹിക്കുന്ന സന്ദർഭത്തിൽ ആമീൻ ചൊല്ലാറുണ്ട്. എല്ലാത്തിനും ആമീൻ ചൊല്ലുന്ന എല്ലാവരും. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണേ. ഹിദായത്ത് നൽകിയവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ. ദുആയിനാണ് ആമീൻ ചൊല്ലേണ്ടത്. ആമീൻ എന്ന് ചൊല്ലിയാൽ അല്ലാഹുമ്മ സ്തജിബ്, അല്ലാഹുവേ നീ ഇതിന് ആൻസർ നൽകണേ, ഉത്തരം നൽകണേ എന്നാണ്. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് വആഫിനാ ഫീമൻ ആഫൈത്. നീ ആഫിയത്ത് നൽകിയവരുടെ കൂട്ടത്തിൽ ഞങ്ങൾക്കും ആഫിയത്ത് നൽകണേ. വതവല്ലനാ ഫീമൻ തവല്ലൈത്. നീ ഏറ്റെടുത്തവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും നീ ഏറ്റെടുക്കണേ. വബാരിക് ലനാ ഫീമാ അതൈത്. നീ ഞങ്ങൾക്ക് നൽകിയതിൽ ഞങ്ങൾക്ക് നീ ബർക്കത്ത് നൽകണേ. അപ്പോഴൊക്കെ ആമീൻ പറയാം. വഖിനാ ശർറ മാ ഖളൈത്. നീ ഞങ്ങൾക്ക് വിധിച്ചതിൽ അല്ലാഹുവേ സുബ്ഹാനഹു വ തആലയോട് നമ്മൾ തേടുകയാണ്. ആ ദുആയിലാണ് ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണം. അവിടുന്ന് അങ്ങോട്ടുള്ളത് ഇന്നക തഖ്ളി വലാ യുഖ്ളാ അലൈക് ഇന്നഹു ലാ യദില്ലു മൻ വാലൈത് വലാ യഇസ്സു മൻ ആദൈത് തബാറക്ത റബ്ബനാ വ തആലൈത് വലക്കൽ ഹംദു അലാ മാ ഖളൈത്. അതുവരെ ആ ഭാഗങ്ങളൊക്കെ ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. അവിടെ നമ്മൾ ആമീൻ ചൊല്ലേണ്ടതില്ല. അവിടെ സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലുക, അല്ലെങ്കിൽ മിണ്ടാകുന്നാൽ മതി. അപ്പോൾ എല്ലാവരും എല്ലാത്തിനും ആമീൻ. അപ്പോൾ നമ്മൾ തന്നെ ഒന്നും അറിയാത്ത ആളുകളായി പോകരുത്. ഏതാണ് ദുആ, ദുആ അല്ലാത്തത് ഏതാ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ദുആയിനാണ് ആമീൻ ചൊല്ലേണ്ടത്.